ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻസുലേറ്റേഴ്സിൻ്റെ ഇൻസ്റ്റലേഷനെയും ഇവ HT-LT ലൈനിൽ ഒരു പ്രത്യേക വോൾട്ടേജ് റേഞ്ചിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ പറ്റിയുമാണ്. ഈ സെഷൻ തീരുന്നതോടുകൂടി HT-LT ലൈനിൽ ഇൻസുലേറ്റേഴ്സ് എങ്ങനെ തിരിച്ചറിയാനാകുമെന്നും ഷാക്കൽ ടൈപ്പ് ഇൻസുലേറ്റർ എങ്ങനെ HT ഓവർഹെഡ് ലൈനിൽ ഇൻസ്റ്റാൾ ചെയ്യാനാകുമെന്നും പിൻ ടൈപ്പ് ഇൻസുലേറ്റർ എങ്ങനെയാണ് LT ഓവർഹെഡ് ലൈനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാനാകും. Electrician toolkit and equipments required. Insulated combination plier 200 mm. DE double-ended spanner set 6 mm മുതൽ 25 mm വരെ. Adjustable spanner 6 mm to 25 mm. Safety belt വുഡൻ അല്ലെങ്കിൽ നൈലോൺ മാലറ്റ് 1/2 കിലോ. ലാഡർ 6 മീറ്റർ നീളമുള്ളത്. ജൂട്ട് റോപ്പ് അതായത് 25 mm ഡയമീറ്റർ ഉള്ളത്, കൂടാതെ 15 മീറ്റേഴ്സ് ലെങ്ത് ഉള്ളത്. വയർ സ്ട്രെച്ചർ 25 mm. മെഗർ 500 വോൾട്ട്സ്. സി ക്ലാമ്പ്. വയർ സ്ട്രിപ്പർ 25 mm. ഷാക്കിൾ ഇൻസുലേറ്റർ പോർസിലീൻ 1 കിലോ വോൾട്ട്സ്. പിൻ ഇൻസുലേറ്റർ പോർസിലിൻ 1 കിലോ വോൾട്ട്സ്. സസ്പെൻഷൻ ഇൻസുലേറ്റർ സ്ട്രെയിൻ ഇൻസുലേറ്റർ. റിംഗ് ഇൻസുലേറ്റർ സ്റ്റേ അല്ലെങ്കിൽ എഗ് ഇൻസുലേറ്റർ. കോട്ടൺ വേസ്റ്റ്. ബൈൻഡിംഗ് വയർ 14 SWG അലുമിനിയം. സ്ക്രാപ്പ് പീസ് ഓഫ് ACSR കണ്ടക്ടർ ലെങ്ത് 1 meter for bow. സാൻഡ് പേപ്പർ ഓർ എമറി ഷീറ്റ്. ഫ്ലാറ്റ് അലുമിനിയം ടേപ്പ്. പ്രൊട്ടക്റ്റീവ് ഗ്രീസ് ACSR ലൈൻ കണ്ടക്ടറിൽ ഉപയോഗിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത്. ലൈൻ ആക്സസറീസ്. പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് HT അല്ലെങ്കിൽ LT ലൈൻസിനെ കുറിച്ച് ബേസിക് ഇൻഫർമേഷൻ ഒന്ന് നോക്കാം. HT-LT ലൈൻസും ഇൻസുലേറ്റേഴ്സും ഉപയോഗിക്കുന്നത് എവിടെയാണ്? HT-LT ലൈൻസിലാണ്. എന്താണ് HT-LT ലൈൻസ്? HT എന്ന് പറയുന്നത് ഹൈ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സപ്ലൈ. ഇതൊരു ബൾക്ക് പവർ ക്യാരി ചെയ്യുന്നു. അതായത് 11 kV, 33 kV, 66 kV ആൻഡ് 110 kV. ഒരുപാട് ദൂരേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടാതെ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. LT എന്ന് പറയുന്നത് ലോ ടെൻഷൻ അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സപ്ലൈ. ഇതിനൊരു ഹൈ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, കൂടാതെ വോൾട്ടേജസ് ഇൻ ജനറൽ ആണ്. ഇത് ഉപയോഗിക്കുന്നത് ചെറിയ ദൂരങ്ങളിലേക്ക് ലോക്കൽ ഏരിയാസിൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടാണ്. ലൈൻ ഇൻസുലേറ്റർ. ഒരു ഓവർഹെഡ് ലൈനിലെ ലൈൻ ഇൻസുലേറ്റർ എന്തിനാണെന്ന് വെച്ചാൽ ലൈവ് കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യാനാണ്. കണ്ടക്ടറിൽ നിന്ന് പോളിലേക്കുള്ള കറണ്ട് ലീക്കേജ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉണ്ടാക്കപ്പെടുന്നത് പോർസിലിൻ ക്ലേ ഉപയോഗിച്ചാണ്. കൂടാതെ അത് ഗ്ലേസ്ഡ് ആയിരിക്കും, കാരണം അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർപ്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട്. ഗ്ലാസ് സ്റ്റീറ്റൈറ്റും സ്പെഷ്യൽ കോമ്പിനേഷൻ മെറ്റീരിയൽസും നമ്മൾ ഉപയോഗിക്കുന്നത് ലൈൻ ഇൻസുലേറ്റേഴ്സിലാണ്, അതായത് ഓവർഹെഡ് ലൈനിൽ, അതും ഒരു ലിമിറ്റഡ് എക്സ്റ്റെന്റിൽ. പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻ ഇൻസുലേറ്റർ. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, കണ്ടക്ടർ ലോഡും വിൻഡ് ലോഡും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേറ്റഡ് മെറ്റീരിയൽ. ഇതെന്തിനാണ്? ടു അവോയ്ഡ് ലീക്കേജ് കറണ്ട്സ് ടു ദി എർത്ത്. ഹൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എന്തിനാണ്? ഫോർ ഹൈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. Pure non-porous insulated material for high permittivity. High ratio of puncture strength to flash over, to withstand flash over voltages. Common types of line insulators: pin insulator, shackle insulator, suspension insulator, strain insulator, post insulator, stay insulator, കൂടാതെ disc insulator. പിൻ ഇൻസുലേറ്റർ. ലൈൻ കണ്ടക്ടേഴ്സ് ഒരു സ്ട്രെയിറ്റ് റണ്ണിംഗ് ഓഫ് പോൾസിൽ ഹോൾഡ് ചെയ്യാനായിട്ടാണ് പിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പോളിലെ ക്രോസ് ആമിലേക്ക് സെക്യൂർഡ് ആയിരിക്കും. ടോപ്പിലുള്ള ഗ്രൂവിലൂടെ പാസ് ചെയ്യപ്പെടുന്ന കണ്ടക്ടർ അത് ബൗണ്ട് ചെയ്യുന്നത് അനൈൽഡ് വയർ ഉപയോഗിച്ചായിരിക്കും, അതായത് സെയിം മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. ഇത് ഉപയോഗിക്കുന്നത് LT ലൈൻസിലായിരിക്കും. പിൻ ഇൻസുലേറ്റേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ടൈപ്പിലാണ്. സിംഗിൾ ഷെഡ് പിൻ ഇൻസുലേറ്റർ, ഡബിൾ ഷെഡ് പിൻ ഇൻസുലേറ്റർ, ട്രിപ്പിൾ ഷെഡ് പിൻ ഇൻസുലേറ്റർ. ഷാക്കിൾ ഇൻസുലേറ്റർ. ഷാക്കിൾ ഇൻസുലേറ്റർ സാധാരണ ഉപയോഗിക്കുന്നത്
കോർണർ പോൾസ് ടെർമിനേറ്റ് ചെയ്യാനായിട്ടാണ്, അതായത് ഷാർപ്പ് കർവ്സ്, കൂടാതെ മീഡിയം വോൾട്ടേജ് ലൈനിലെ സർവീസ് കണക്ഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഇൻസുലേറ്റേഴ്സ് ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടാവുക. ഇത് 3 kV താഴെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. മാത്രമല്ല ഇത് LT ലൈൻസിലാണ് യൂസ് ചെയ്യുന്നതും. സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് HT ലൈൻസിന്റെ കൂടെ സ്റ്റീൽ ടവേഴ്സിലാണ്. അത് ലൈറ്റ്നിങ്ങിൽ നിന്ന് പാർഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. ഇതിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാം. നമ്പർ ഓഫ് പോർസിലിൻ ഡിസ്ക്സ് സീരീസിൽ കണക്റ്റഡ് ആയിരിക്കും. മെറ്റൽ ലിങ്ക്സിലൂടെ ഇതിനൊരു സ്ട്രിങ്ങിന്റെ ഫോം ഉണ്ടാവും. ഓരോ ഡിസ്കും ഒരു ലോ വോൾട്ടേജ് ഓഫ് 11 kVക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതായിരിക്കും. ഇതിന്റെ സസ്പെൻഷൻ ലൈനിൽ ഒരു ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി നൽകുന്നു. പോസ്റ്റ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ബസ് മൗണ്ട് ചെയ്യാനും ഫ്യൂസ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനും ലൈൻ കണ്ടക്ടേഴ്സിലും കൂടാതെ ഗ്യാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്ക് സ്വിച്ചസിലുമാണ്. ഇതെല്ലാം ഒരു ഔട്ട്ഡോർ ടൈപ്പുമാണ്. കൂടാതെ അവൈലബിൾ ഇൻ 11, 22 കൂടാതെ 33 kV റേഞ്ചസിൽ അവൈലബിൾ ആണ്. ഇത് LT ലൈൻസിലാണ് ഉപയോഗിക്കുന്നത്. സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് എന്നുകൂടി അറിയപ്പെടുന്നു. ഇത് 33 kV വരെയുള്ള ലൈനിലാണ് സാധാരണ ഉപയോഗിക്കപ്പെടുന്നത്. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ലൈനിലെ ടെൻഷൻ റിലീവ് ചെയ്യാനും മാത്രമല്ല ഒരു ഡെഡ് എൻഡോ അല്ലെങ്കിൽ കോർണറോ ഒരു ഷാർപ്പ് കർവോ ഉള്ളപ്പോഴുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഇൻസുലേറ്റേഴ്സ് തറയിൽ നിന്ന് 3 മീറ്ററിൽ താഴേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ കണ്ടക്ടറിന്റെ ടെൻഷൻ മൂലം പോൾ ബെൻഡ് ചെയ്യാതെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് LT ലൈൻസിലാണ് ഉപയോഗിക്കുന്നത്. ഡിസ്ക് ഇൻസുലേറ്റേഴ്സ് ഉണ്ടാക്കുന്നത് ഗ്ലേസ്ഡ് പോർസിലിനും ടഫ് ഗ്ലാസോ ഉപയോഗിച്ചായിരിക്കും. ഇത് ഡെഡ് എൻഡ്സിലെ ഇൻസുലേറ്റേഴ്സ് ആയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസായി, അതായത് സസ്പെൻഷൻ ടൈപ്പ് ഫോർ വോൾട്ടേജസ് 33 kV പിന്നെ അതിന് മുകളിലേക്കും. ഇത് LT ലൈൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് HT, LT ലൈൻ ഇൻസുലേറ്റേഴ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അതും ഓരോരോ വോൾട്ടേജ് റേഞ്ചസിലെ. ആദ്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് HT, LT ലൈൻ ഇൻസുലേറ്റേഴ്സിന്റെ ടൈപ്പ് ഏതൊക്കെയാണെന്നാണ്. അതായത് ഒരു ഗിവൺ വോൾട്ടേജ് റേഞ്ചസ് നമ്മൾ മനസ്സിലാക്കി, ഇൻസുലേറ്റേഴ്സിന്റെ പർപ്പസും നമ്മൾ നോക്കി. അങ്ങനെ നമുക്ക് അതിന്റെ കറക്റ്റ് ഇൻസുലേറ്റർ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു LT ലൈനിലേക്ക് നമ്മളൊരു ഇൻസുലേറ്റർ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ കണ്ടക്ടർ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യവുമുണ്ട്, അതായത് സ്ട്രെയിറ്റ് റണ്ണിംഗ് പോൾസിലൂടെ. ഇതിനായിട്ട് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിൻ ഇൻസുലേറ്റർ, ഹോൾഡിംഗ് ലൈൻ കണ്ടക്ടേഴ്സ്, സ്ട്രെയിറ്റ് റണ്ണിംഗ് പോൾസ്. ഷാക്കിൾ ഇൻസുലേറ്റർ, ടെർമിനേറ്റിംഗ് ഓൺ കോർണർ പോൾസ്. സസ്പെൻഷൻ ഇൻസുലേറ്റർ, പ്രൊവൈഡിംഗ് സസ്പെൻഷൻ അറേഞ്ച്മെന്റ് ടു ദ ലൈൻ. സ്ട്രെയിൻ അല്ലെങ്കിൽ സ്റ്റേ ഇൻസുലേറ്റർ, കോർണറിലുള്ള ഗ്രേറ്റർ ടെൻഷൻ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഷാർപ്പ് കർവ്സ്, അതായത് ലൈനിന്റെ ഡെഡ് എൻഡിലെ അവോയ്ഡ് ചെയ്യാനോ ആണ്. പോസ്റ്റ് ഇൻസുലേറ്റർ, ബസ് മൗണ്ട് ചെയ്യുക, ഫ്യൂസ് ഡ്രോപ്പ് ചെയ്യുക, കൂടാതെ ലൈൻ കണ്ടക്ടേഴ്സും സ്വിച്ചുകളും. ഡിസ്ക് ഇൻസുലേറ്റർ, ഇത് ഡെഡ് എൻഡിലായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻസിലായിരിക്കും. ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ എങ്ങനെയാണ് HT ഓവർഹെഡ് ലൈനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ആദ്യം സേഫ്റ്റി ബെൽറ്റ് ടൈറ്റ് ചെയ്യുക, എന്നിട്ട് പോളിലേക്ക് ലാഡർ വെക്കുക. കണ്ടക്ടർ റീലിൽ നിന്ന് റിലീസ് ചെയ്യുക. ശേഷം ആക്ച്വൽ സ്പാൻ കൂടാതെ സാഗും ബൈൻഡിംഗ് ലൈനും കണ്ടക്ടറിൽ 2 ലെങ്ത് കീപ്പ് ചെയ്യുക. ഷാക്കിൾ ഇൻസുലേറ്ററിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നല്ല ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഷാക്കിൾ ഇൻസുലേറ്ററിന്റെ അസംബ്ലി ചെക്ക് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുക. ലാഡറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ലാഡർ സ്ലിപ്പ് ആവാതിരിക്കാൻ ഒരു ഹെൽപ്പർ അത് ഹോൾഡ് ചെയ്യുക. ഗൈഡ് റോപ്പും ടൂൾ കിറ്റുമായി മെല്ലെ ഏണിയിലൂടെ കയറുക. ക്രോസാമിനടുത്ത് നിങ്ങളെ തന്നെ കൺവീനിയൻ്റായി പൊസിഷൻ ചെയ്യുക. ക്രോസാമുമായി നിങ്ങളുടെ സേഫ്റ്റി ബെൽറ്റ് ടൈ ചെയ്യുക. റോപ്പിന്റെ ഒരറ്റം ഹെൽപ്പറിന് ഇട്ടുകൊടുത്തതിന് ശേഷം ഷാക്കിൾ അസംബ്ലി അതിലേക്ക് ടൈ ചെയ്യാൻ ആവശ്യപ്പെടുക. ശേഷം അത് വലിച്ചുയർത്തുക. ഷാക്കിൾ ഇൻസുലേറ്റർ ഫിക്സ് ചെയ്യുക ക്രോസാമിലേക്ക് C ക്ലാമ്പ് ഉപയോഗിച്ച്. ഗ്രൗണ്ടിൽ നിന്ന് ഡ്രോ പുള്ളി എടുക്കുക, അത് ക്രോസാമിൽ സെക്യൂർ ചെയ്യുക. റോപ്പ് പുള്ളിയിലൂടെ ഇന്റർലേസ് ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റേ അറ്റം ഹെൽപ്പറിന് അയക്കുക. റോപ്പിലേക്ക് ഓവർഹെഡ് കണ്ടക്ടർ നന്നായി ടൈ ചെയ്യാൻ ഹെൽപ്പറോട് ആവശ്യപ്പെടുക. ശേഷം കണ്ടക്ടർ ലിഫ്റ്റ് ചെയ്ത് ക്രോസാം പൊസിഷനിൽ എത്തിക്കുക. കണ്ടക്ടറിന്റെ എൻഡ് പോർഷൻ ട്വിസ്റ്റ് ചെയ്യുക, അതായത് ഓവർ ദി മെയിൻ ലൈൻ കണ്ടക്ടർ. ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് നമ്മൾ ബൈൻഡ് ചെയ്യുക, അതായത് 1 ഫിക്സ്ഡ് അറ്റ് ദി ലാസ്റ്റ് ക്രോസാം.
നോട്ട്: ഓവർഹെഡ് കണ്ടക്ടറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ലോ അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജിൽ അത് ഗ്രൗണ്ടിൽ നിന്നും 5 മീറ്ററിൽ കുറയരുത്. ബൈൻഡിംഗ് ചെക്ക് ചെയ്തതിന് ശേഷം പോളിൽ നിന്ന് മെല്ലെ താഴെ ഇറങ്ങുക. ഒരു LT ഓവർഹെഡ് ലൈനിൽ എങ്ങനെയാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. സേഫ്റ്റി പ്രൊസീജിയർ എല്ലാം പാലിച്ചുകൊണ്ട് അടുത്ത പോളിൽ മെല്ലെ കയറുക. കണ്ടക്ടർ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം അത് പിൻ ഇൻസുലേറ്ററിൽ കീപ്പ് ചെയ്യുക. വയർ സ്ട്രെച്ചറിന്റെ സഹായത്തോടെ കണ്ടക്ടർ ലിഫ്റ്റ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും ഹെൽപ്പറോട് ആവശ്യപ്പെടുക. എക്സിസ്റ്റിംഗ് പോളിന്റെ ക്രോസ് ആമിലേക്ക് പിൻ ഇൻസുലേറ്റർ ഫിക്സ് ചെയ്യുക. അതും കറക്റ്റ് പൊസിഷനിലായിരിക്കണം. കണ്ടക്ടറിലെ അനൈൽഡ് വയർ ഉപയോഗിച്ച് തന്നെ പിൻ ഇൻസുലേറ്റർ നമ്മൾ ബൈൻഡ് ചെയ്യേണ്ടതാണ്. സെയിം പ്രൊസീജിയറും നമ്മളതിൽ പാലിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടക്ടറിന്റെ ഫ്രീ എൻഡ്സ് നമ്മൾ ബൈൻഡ് ചെയ്യുക, അതായത് ഓവർ ദി ലൈൻ കണ്ടക്ടർ. അത് നന്നായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. 2 സൈഡിലുമായി കുറഞ്ഞത് 15 ചുറ്റെങ്കിലും ചുറ്റിയതിനു ശേഷം ബൈൻഡിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ വേണം നമ്മൾ ബൈൻഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ. എക്സ്ട്രാ കിടക്കുന്ന ബൈൻഡിങ് വയർ നമ്മൾ കട്ട് ചെയ്യുക ആൻഡ് റേസ്ഡ് എൻഡുകൾ റൗണ്ട് ഓഫ് ചെയ്യുക. സെയിം ക്രോസാമിന്റെ സൈഡിലുള്ള മറ്റ് പിൻ ഇൻസുലേറ്ററിലും ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഇൻസുലേറ്റേഴ്സിന്റെ ഇൻസ്റ്റലേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കണ്ടക്ടേഴ്സിനിടയിലുള്ളതും കണ്ടക്ടേഴ്സും എർത്തിനും ഇടയിലുള്ളതുമായ ഇൻസുലേഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും ശ്രദ്ധിക്കുക. ഈ ടെസ്റ്റിനായിട്ട് ഒരു 500 വോൾട്ടിന്റെ മെഗർ ഇതിന്റെ ഇൻസുലേഷൻ മെഷർ ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് കണ്ടക്ടേഴ്സും കൂടാതെ കണ്ടക്ടേഴ്സിനും എർത്തിനും ഇടയിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കണ്ടെത്താനും ഇത് ഉപയോഗിക്കുന്നു. കണ്ടക്ടേഴ്സിനിടയിലായി നമ്മൾ പ്രോബ്സ് പ്ലേസ് ചെയ്യേണ്ടതാണ്. കൂടാതെ കണ്ടക്ടേഴ്സിനും എർത്ത് പോയിന്റിനും ഇടയിലുള്ള പോയിന്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ശേഷം അതിന്റെ വാല്യൂ മെഷർ ചെയ്യുക. ശേഷം ടേബിളിൽ അതിന്റെ വാല്യൂസ് റെക്കോർഡ് ചെയ്യുക. റീക്യാപ്പ്: ഈ സെക്ഷനിൽ നിങ്ങൾ എങ്ങനെ HT-LT ലൈൻ ഇൻസുലേറ്റർ തിരിച്ചറിയാനാകുമെന്നും ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ HT ഓവർഹെഡ് ലൈനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും പിൻ ടൈപ്പ് ഇൻസുലേറ്റർ LT ഓവർഹെഡ് ലൈനിൽ ഇൻസ്റ്റാൾ ചെയ്യുവാനും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ സെക്ഷനിൽ എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത സെക്ഷനിൽ പുതിയ കൺസെപ്റ്റുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി.